മാർ ഇവാനിയോസ് തിരുമേനി തുടങ്ങിവെച്ച നവസമൂഹ നിർമ്മിതിയിലെ ശ്രദ്ധേയമായ സഭാ കൂട്ടായ്മയുടെ വളർച്ചയെക്കുറിച്ച് നമ്മെ നിരന്തരമായി ഓർമ്മപ്പെടുത്തുന്ന വേദിയാണ് പുനരൈക്യ വാർഷിക ആഘോഷവേദികൾ. ഒരു നവസമൂഹ നിർമ്മിതിയാണ് ധന്യനായ മാർ ഇവാനിയോസ് പിതാവ് ലക്ഷ്യം വെച്ചത്. അതിൻ്റെ ഒരു പ്രധാന ഘടകമായിരുന്നു വിഭജിച്ച് നിന്നാൽ നാം ഒന്നുമല്ല. ദൈവേഷ്ടപ്രകാരമുള്ള ദർശനത്തിന്റെ അടിസ്ഥാനത്തിൽ, വിശുദ്ധ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ നാം വീണ്ടും ഒരു സഭയായി പുനരേകീകരിക്കപ്പെടണം എന്നുള്ള ചിന്ത. മലങ്കര സഭ കീറി മുറിഞ്ഞ് ദുർബലമായി പോകാനുള്ളതല്ല. അപ്പസ്തോലികമായ ഈ സഭ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു സഭയായി ലോകമെമ്പാടും പ്രവർത്തിക്കണം എന്ന സുദൃഢമായ നിശ്ചയത്തിന്റെ സമർപ്പിത രൂപമാണ് പെരുന്നാട്ടിൽ നാം കണ്ടു തുടങ്ങിയത്. ആദരണീയനായ നമ്മുടെ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ, അദ്ദേഹം വേദിയിലുള്ളപ്പോഴോ സദസ്സിലുള്ളപ്പോഴോ ഇപ്പൊ പ്രസംഗിക്കുന്നത് ശ്രദ്ധിച്ചു വേണം. വേദപുസ്തകമാണെങ്കിൽ 2 പ്രാവശ്യം ശ്രദ്ധിച്ച് അദ്ദേഹം ഉള്ളപ്പോൾ സംസാരിക്കാവൂ. ഞാൻ അതിശയോക്തി പറയുന്നതല്ല. വേദപുസ്തകത്തെ ഹൃദയം കൊണ്ട് ഇതുപോലെ സ്വാംശീകരിച്ച് ഏതവസരത്തിലും ഏത് കൂട്ടായ്മയിലും സരളമായും സത്യസന്ധമായും ഇതുപോലെ വചനോപാസന നടത്തുന്ന ഒരു ഹൈന്ദവ സഹോദരനെ ഞാൻ ആദ്യം പരിചയപ്പെടുക ഈ വി ഡി സതീശനിലാണ്. ഞാൻ അങ്ങനെ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് കൊണ്ട് അദ്ദേഹത്തിന് നാളെ മുതൽ തലക്കനം കൂടുമെന്നൊന്നും എനിക്ക് ചിന്തയില്ല. വേദപുസ്തകം അദ്ദേഹം ഗൗരവതരമായി ഹൃദയപൂർവമായി പഠിക്കുകയും അത് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് എന്ന് ബോധ്യമുണ്ട്. അദ്ദേഹത്തിന് ഞാൻ മാർ ഇവാനിയോസ് പിതാവിന്റെ പുസ്തകം സമ്മാനിച്ചതിനെ കുറിച്ച് പറഞ്ഞു. അത് കേട്ടുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. കഴിഞ്ഞ ഒരു ദിവസം രാഷ്ട്രീയ പ്രവർത്തനത്തിലുള്ളവർക്കെല്ലാം എപ്പോഴും പൂച്ചെണ്ടും ഹാരവും മാത്രമല്ലല്ലോ. അങ്ങനെയുള്ള ഒരു ദിവസത്തിൽ അദ്ദേഹത്തിന്റെ മുഖം ടെലിവിഷനിലൂടെ കാണാനിടയായി. ഒരു 10:30 മണിയോടുകൂടി ഞാൻ അദ്ദേഹത്തെ വിളിച്ചു. ഞാൻ ചോദിച്ചു, ഉറങ്ങിയോ? ഉറങ്ങിക്കിടക്കുകയാണെങ്കിൽ അങ്ങനെ ചോദിക്കുന്നത് മഹാപാതകമാണ്, പക്ഷെ ഉറപ്പുവരുത്തണമല്ലോ ഉറങ്ങുകയാണ്. ഞാൻ പറഞ്ഞില്ല, ഞാൻ വായിക്കുകയാണ്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എന്നാലൊരു പണി ചെയ്യുക, ഇപ്പൊ അവിടെ നിർത്തിയിട്ട് 91-ാം സങ്കീർത്തനം ഒന്ന് വായിച്ചിട്ട് അങ്ങ് പോയി സുഖമായി കിടക്കുക, നല്ല വിശ്രമം കിട്ടും. എന്നോട് പറഞ്ഞു, ഞാൻ ചെയ്യാം. പിറ്റേ ദിവസം അദ്ദേഹത്തിന്റെ ഒരു അനിതര സാധാരണമായ പ്രസംഗം നിയമസഭയിൽ നടത്തുന്നത് കേൾക്കാൻ മുഴുവൻ സമയവും ഞാൻ ചെലവഴിച്ചു. അന്ന് വൈകുന്നേരം ഒന്നുകൂടി ഞാൻ വിളിച്ചു. സങ്കീർത്തനം വായിച്ചു എന്ന് എനിക്ക് മനസ്സിലായി. അദ്ദേഹം പറഞ്ഞു, ഞാൻ വായിച്ചു, എനിക്ക് വലിയ സന്തോഷമായി. ഞാനൊരു കാര്യം പറഞ്ഞ് അദ്ദേഹം അനുസരിച്ചു എന്നതിൻ്റെ ആത്മസന്തോഷമല്ല എൻ്റേത്.
മറിച്ച് ദൈവവചനം പ്രത്യാശ പകരുന്നതും ബലപ്പെടുത്തുന്നതുമാണെന്ന് ഒരുപക്ഷെ നമ്മേക്കാൾ ആഴത്തിൽ ബോധ്യപ്പെട്ടിട്ടുള്ള ഒരാളിന്റെ സമീപനത്തെക്കുറിച്ച് ഞാൻ സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. മാർ ഇവാനിയോസ് തിരുമേനിയെക്കുറിച്ച് ഈ പൊതുസമൂഹം എന്ത് കരുതുന്നു എന്നാണ് ഈ ബഹുമാന്യരായ ജനപ്രതിനിധികൾ നമ്മുടെ ദിവസങ്ങളിൽ പങ്കുവയ്ക്കുക. അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞ ഒരു പൊതുസമൂഹം നമ്മുടെ നാട്ടിലുണ്ട്. മാർ ഇവാനിയോസ് തിരുമേനിയുടെ അനുഗ്രഹീതമായ ശുശ്രൂഷ ഒരു നവസമൂഹ നിർമ്മിതിക്ക് കാരണമായി എന്ന് വിശ്വസിക്കുന്ന അതിവിശാലമായ ഒരു പൊതുസമൂഹം നമ്മുടെ നാട്ടിലുണ്ട്. അതിന്റെ പ്രതിധ്വനികളാണ് ജനപ്രതിനിധികളുടെയും സമൂഹ നേതാക്കളുടെയും എല്ലാം ഹൃദയത്തിൽ നിന്ന് പകരുക. അതുകൊണ്ട് വല്ലപ്പോഴും അവിടെ ഇവിടെയായി കേൾക്കുന്ന ചില ഒറ്റപ്പെട്ട മുറിപ്പെടുത്തുന്ന വാക്കുകൾക്ക് പിന്നാലെ പോകാതെ ലോകം തിരിച്ചറിഞ്ഞിട്ടുള്ള ബഹുമാന്യരായ ജനപ്രതിനിധികളുടെയും നേതാക്കളുടെയും നമ്മുടെ ഇടയിൽ ജീവിച്ചു പരിചയസമ്പന്നരായ നമ്മുടെ സഹോദരീ സഹോദരന്മാരുടെയും വാക്കുകൾക്ക് പ്രാധാന്യമുണ്ട് എന്ന് നാം തിരിച്ചറിയണം. മാർ ഇവാനിയോസ് തിരുമേനി തുടങ്ങി വെച്ചതും നമ്മുടെ സഭയിലൂടെ ദൈവം മുൻപോട്ട് കൊണ്ടുപോകുന്നതുമായ സവിശേഷമായ ഒരു ദൗത്യത്തെക്കുറിച്ച് ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. നമുക്ക് ചെയ്യാനുള്ളതും നമ്മിലൂടെ ദൈവം ആഗ്രഹിക്കുന്നതുമായ ഈ സമൂഹ നിർമ്മിതി അതൊരു സോഷ്യോളജിക്കൽ ഫാക്ടറായി മാത്രം പരിമിതപ്പെടാൻ പാടില്ല. മനുഷ്യ ഹൃദയത്തിന്റെ, മനുഷ്യ സമൂഹത്തിന്റെ സമഗ്രമായ പുരോഗതി, അതിൽ സാമ്പത്തികമായ കാര്യം, സാമൂഹികമായ കാര്യമൊക്കെ നിമിഷവും നമ്മെ ഭാരപ്പെടുത്തുകയോ വേദനിപ്പിക്കുകയോ ചെയ്യുന്നതുകൊണ്ട് അതേറ്റവും പ്രധാനം എന്ന് കരുതുമ്പോൾ അതിനേക്കാൾ ശക്തമായതും ശക്തിപ്പെടേണ്ടതുമായ മനസ്സിന്റെ വിശാലത നാം ഗൗരവമായി സ്വീകരിക്കണമെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു പിതാവ്. ചട്ടിയിൽ കഞ്ഞി കുടിച്ചിട്ടുള്ള മാർ ഇവാനിയോസ് പിതാവിനെയാണ്. ഹൈന്ദവ വീടുകളിൽ ധർമ്മം ചോദിച്ച് നടന്നിട്ടുള്ള മാർ ഇവാനിയോസ് പിതാവിനെയാണ്. സ്വന്തമായി ഉണ്ടായിരുന്ന മുണ്ടൻമലയിലെ 400 ഏക്കർ സ്ഥലം വിട്ട് അനാഥ ബാലന്മാരോടുകൂടി അനാഥനായി മലയിറങ്ങി വരുന്ന മാർ ഇവാനിയോസ് തിരുമേനി വെണ്ണിക്കുളത്ത് ഒരു ഹൈന്ദവ ഭവനത്തിൽ വിശ്രമിക്കാനിടയായ കാര്യം നമുക്കറിയാം. ഈ മാർ ഇവാനിയോസ് പിതാവിനെയാണ് 140 കോടിയോളം വരുന്ന കത്തോലിക്ക സഭ മക്കളുടെ തലവനായ പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ തിരുമേനി ലോകത്തിന്റെ മുമ്പിൽ വെച്ച് വിളിച്ചത് മാർ ഇവാനിയോസ് ഈസ് വെനറബിൾ, ധന്യൻ മാർ ഇവാനിയോസ് എന്ന്. നാം പുലർത്തി വന്ന അതിന് മതസൗഹാർദ്ദമൊന്നും അക്കാലത്ത് പേരില്ല. അയൽപക്കങ്ങൾ തമ്മിൽ ബന്ധം വർദ്ധിപ്പിക്കുന്നതിന് അങ്ങനെ ഒരു വിശേഷണമൊന്നും ആരും ഒന്ന് കൊടുത്തിട്ടില്ല. തൊട്ടടുത്ത വീട്ടിൽ ഹൈന്ദവ കുടുംബം, അവിടുത്തെ ആഘോഷം നമ്മുടെ ആഘോഷം. തൊട്ടടുത്ത വീട്ടിൽ മുസൽമാന്റെ ഭവനമെങ്കിൽ അവിടുത്തെ ആഘോഷം നമ്മുടെ ആഘോഷം. ഞായറാഴ്ചകളിലോ വിശേഷ ദിവസങ്ങളിലോ പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും പോകുന്നത് അവരുടെ വിശ്വാസം അനുസരിച്ചുള്ള പ്രാർത്ഥന നിഷ്ഠാപരമായ കാര്യങ്ങൾക്ക് ആണെങ്കിലും അവരുടെ ഭവനങ്ങളിൽ തിരികൊളുത്തുന്നത് ശ്രദ്ധേയമായ ഒരു കാര്യം, പ്രകാശത്തെക്കുറിച്ച് പറഞ്ഞത് പ്രകാശത്തിന്റെ ആ ഒരു ചുറ്റും നിന്ന് വളരുന്നതിന് നമ്മെ സഹായിച്ച ഒരു സംസ്കാരത്തിന്റെ പിൻബലത്തിലാണ്. ഞാൻ ഇവിടെ ഈ അൽമായ സംഗമത്തിൽ പ്രിയപ്പെട്ടവരെ നിങ്ങളോട് പങ്കുവയ്ക്കുവാനുള്ളത് മറ്റ് സഭാപരമായ
വിഷയങ്ങളൊന്നുമല്ല. നമ്മോട് പൊതുസമൂഹം പറയുന്ന കാര്യം നാം ഹൃദയത്തിൽ സംഗ്രഹിക്കണം. നാം ചെയ്യുന്ന നല്ല കാര്യങ്ങളുടെ ആധികാരികത അത് ദൈവത്തോട് ചേർന്നുള്ളതാണ് എന്നതിന്റെ അടിസ്ഥാനത്തിൽ എന്ന സത്യം തമസ്കരിക്കപ്പെടാൻ പാടില്ല. അത് പരിപോഷിപ്പിക്കപ്പെടണം. നാം തിരുത്തേണ്ടുന്നത് ചൂണ്ടിക്കാണിക്കുമ്പോൾ നാം അതിന് മനസ്സാകണം. നമ്മുടെ അൽമായ സമൂഹം എന്ന് വെച്ചാൽ നമ്മുടെ കുടുംബങ്ങൾ. നമ്മുടെ കുടുംബങ്ങൾ ഇനിയും ഔന്നത്യത്തിലേക്ക് വളരണം എന്ന് ഈ സമൂഹം നമ്മോട് പറയുന്നത് നമുക്കൊരു ദൗത്യം നിർവഹിക്കാനുള്ളത് കൊണ്ടാണ്. നമ്മുടെ വീടിനെ കുറിച്ച് മാത്രം ചിന്തിക്കുന്ന ഒരു കാര്യമാണെങ്കിൽ ഇവർ നമ്മളോട് ഇത്രയും ബന്ധം കാട്ടുകയില്ല. പ്രിയപ്പെട്ടവരെ, സന്ദർഭോചിതമായ ഒരു കാര്യം പറയാം. പരിശുദ്ധമായ ഈ പ്രദേശത്ത് ലോകപ്രസിദ്ധമായ ശബരിമല ശ്രീ അയ്യപ്പസ്വാമിയുടെ, എന്റെ ഭാഷ ഞാൻ ഉപയോഗിച്ചെന്നേ ഉള്ളൂ, സാന്നിധ്യം അത് വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന കോടാനുകോടി ജനങ്ങൾ വരുന്ന ഒരു പ്രദേശത്ത് 1983 ഇവിടുത്തെ ബന്ധങ്ങൾക്ക് വിഘാതമായി ചില കാർമേഘങ്ങൾ ഉരുണ്ടുകൂടിയപ്പോ നമ്മുടെ പിതാവ്, നമ്മുടെ പുണ്യപിതാവ്, കേരളത്തിന്റെ മനസ്സിനെ തൊട്ടറിഞ്ഞിട്ടുള്ള അനുഗ്രഹീതനായ ബെനഡിക്റ്റ് മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പോലിത്ത എന്ന അനന്തപുരിയുടെയും കേരളത്തിന്റെയും ആത്മീയമായ ഔന്നത്യം ആ പിതാവ് പരസ്യമായി പറഞ്ഞു, അയ്യപ്പസ്വാമിക്കോ അയ്യപ്പ ഭക്തർക്കോ വേദനയുണ്ടാക്കുന്ന ഒരു സ്ഥലത്തും നമുക്ക് പള്ളി വേണ്ട. അങ്ങനെയാണ് സംഘർഷഭരിതമായ ആ സ്ഥലത്ത് നിന്ന് അകലം പാലിച്ച് അന്നത്തെ മുഖ്യമന്ത്രി യശശരീരനായ ശ്രീ കെ കരുണാകരന്റെ നേതൃത്വത്തിൽ അതിനുള്ള ക്രമീകരണം ചെയ്തത്. കഥ അവസാനിക്കുന്നില്ല. ചാലയിലും പൂവാറിലും സംഘർഷങ്ങൾ ഉരുണ്ടുകൂടിയപ്പോ സ്നേഹം മമദീപം എന്നത് ആൾരൂപമായി ചാലയിലും വിഴിഞ്ഞത്തുമൊക്കെ നടന്നത് ഈ കേരളം കണ്ടതാണ്, മാർ ഗ്രിഗോറിയോസ് തിരുമേനിയിലൂടെ. വലിയ സംഘർഷങ്ങൾ ഉരുണ്ടുകൂടിയപ്പോ ദാർശനിക ഭാവത്തിൽ ഈ പൊതുസമൂഹത്തോട് സിറിൽ ബസേലിയോസ് ബാവാ തിരുമേനി പറഞ്ഞു, നമുക്ക് ചർച്ച വേണം, സംവാദം വേണം, ചർച്ചയില്ലാതെ പരിഹാരമില്ല. ഏത് മനുഷ്യരോടും ചർച്ച ചെയ്യുന്നതിന് ക്രൈസ്തവ സഭ സന്നദ്ധമായിരിക്കണം. അപ്പോൾ RSSന്റെ ഉന്നത നേതാവുമായി ചർച്ച ചെയ്യാൻ തയ്യാറാണോ എന്ന് പിതാവിനോട് ചോദിച്ചപ്പോ തികഞ്ഞ ബഹുമാനത്തോടെ പറഞ്ഞു, അദ്ദേഹവുമായിട്ട് ചർച്ച ചെയ്യാം, ആരുമായും ചർച്ച ചെയ്യാൻ ഞാൻ തയ്യാറാണ്. അത് ഒരുക്കത്തിന്റെയും ഒരു പിൻബലത്തിന്റെയും വെളിച്ചത്തിലാണ്, അടിസ്ഥാനം അറിഞ്ഞിട്ടുള്ള ഒരു ദാർശനികന്റെ വാക്കുകളാണ്. ഒരേ ചരിത്ര വഴികളിലെ കഥകൾ ഇനിയും അവശേഷിക്കുന്നു. ഞാൻ ഇന്നേക്ക് വരാം. നാളെ ശബരിമലയിൽ ഒരു അയ്യപ്പ സംഗമം നടക്കുകയാണ്. നിങ്ങൾ വിചാരിക്കും അയ്യപ്പ സംഗമവും പുനരൈക്യ വാർഷികവും തമ്മിൽ എന്താ ബന്ധം എന്ന്. അയ്യപ്പ സംഗമം നടക്കുമ്പോ ഒരു ക്രൈസ്തവ സാന്നിധ്യം അവിടുത്തെ പാനൽ ചർച്ചയിൽ ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ച ഭരണാധികാരികൾ ക്രൈസ്തവ സാന്നിധ്യത്തെ തെരഞ്ഞ് കണ്ടുപിടിച്ചത്
നമ്മുടെ ശ്രീ ജേക്കബ് പുന്നൂസിലാണ്. അദ്ദേഹമാണ് നാളെ അവിടെ പാനൽ ചർച്ചയിൽ ശബരിമല എന്ന വിശുദ്ധമായ ആ സ്ഥലത്തിന്റെ പുനർനിർമ്മാണത്തെക്കുറിച്ച്, പുരോഗതിയെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന പാനലിലെ ഒരംഗം. And I believe it is an honor given to our church that he has been selected to represent what we need to say. അദ്ദേഹത്തെ സഭ നിയോഗിച്ചു വിട്ടതല്ല, സഭ റെക്കമെൻഡ് ചെയ്തതുമല്ല, അദ്ദേഹത്തെ തെരഞ്ഞ് എടുത്ത് അദ്ദേഹത്തെ നിയോഗിച്ചതാണ്. ഈ സഭയിലെ അൽമായർക്ക് ലഭിക്കുന്ന, ഈ സഭയിലെ അൽമായർ സഭയോട് പുലർത്തുന്ന, ഈ സഭയിലെ അൽമായർ ദേശസ്നേഹത്തിൽ കാണിക്കുന്ന പ്രതിബദ്ധതയുടെ ഒരടയാളം ഞാൻ സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. കാലം തിരിച്ചറിഞ്ഞ് അതിന് നിയോഗിക്കുമ്പോൾ അതിൻ്റെ പിറകിൽ ശക്തമായ സന്ദേശമുണ്ട്. യു ആർ ഓൺ ദ റൈറ്റ് പാത്ത്. നേരായ ദിശയിലാണ് നിങ്ങൾ സഞ്ചരിക്കുന്നത് എന്ന അർത്ഥവത്തായ സന്ദേശം. 95-ാം പുനരൈക്യ വാർഷിക ആഘോഷം, മാർ ഇവാനിയോസ് പിതാവിന്റെ മെത്രാഭിഷേകത്തിന്റെ മെത്രാഭിഷേകത്തിന്റെ ശതാബ്ദി ആഘോഷ സമാപനം അനുഗ്രഹീതമായി ഇന്നും നാളെയുമായി ഈ വേദിയിൽ നടക്കുമ്പോൾ ഇത്രയേറെ പ്രൗഢഗംഭീരമായ ഒരു വിശ്വാസ സമൂഹത്തിന്റെ സദസ്സിൽ വരുന്നതിനും നിങ്ങളോട് ഒരുമിച്ചിരിക്കുന്നതിനും നിങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്നതിനും ഈ സഭ നമ്മുടെ സഭയാണെന്ന് പരസ്യമായി എവിടെ പറയുന്നതിനും ആത്മസന്തോഷം തരുന്ന ഒരു വലിയ അനുഭവത്തിലാണ്. ഇതുപോലെ അനുഗ്രഹിക്കപ്പെട്ട ദൈവം കൈവെള്ളയിൽ കൊണ്ടു നടക്കുന്ന ഒരു സഭയുടെ എളിയ ശുശ്രൂഷകനാകാൻ വിളിച്ച ദൈവത്തോട് നന്ദി എന്നല്ലാതെ എന്തു പറയാൻ. 2 പേര് കന്യാകുമാരി മുതൽ ഇപ്പോഴത്തെ പുത്തൂർ ഭദ്രാസനത്തിന്റെ സൗത്ത് കാനറായുടെ അങ്ങേയറ്റം വരെ 2 പിതാക്കന്മാർ മാത്രമായി ഈ സഭയെ ശുശ്രൂഷിച്ച് പരിപാലിച്ച് വന്നിട്ടുള്ള ചരിത്രത്തിൽ 12 രൂപതകളായി ഈ സഭ ഇന്ന് പ്രാദേശികമായി സംവിധാനം ചെയ്യപ്പെട്ട് വളരുമ്പോൾ അനുഗ്രഹീതരായ 15 പിതാക്കന്മാർ എളിയവനായ എന്നോടൊപ്പം നിങ്ങളോട് ചേർന്ന് ഈ സഭയുടെ ശുശ്രൂഷയിൽ വ്യാപരിക്കുമ്പോൾ ഇത്രത്തോളം വഴി നടത്തിയ ദൈവമേ, ഒന്നുമില്ലായ്മയിൽ നിന്ന് ഞങ്ങളെ ഉയർത്തിയ ദൈവമേ, അങ്ങേക്ക് 1000 നന്ദി എന്ന ഹൃദയത്തിൽ നിന്ന് നിങ്ങളോട് ചേർന്ന് പങ്കുവെച്ച് നമ്മുടെ ഈ സംഗമത്തിൽ വന്ന് സംബന്ധിക്കുന്നതിന് വളരെ ഔദാര്യത്തോടെ സമയം കണ്ടെത്തിയ ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് ശ്രീ സതീശൻ സാറിനോട് ഈ സഭയ്ക്കുള്ള വലിയ നന്ദി അറിയിച്ചുകൊണ്ട്, നിങ്ങൾ തളരരുത്. ദേശത്തിന് ഉപ്പ് മാത്രമല്ല വെളിച്ചം നൽകിയ ഒരു ദേശീയ പ്രസ്ഥാനത്തിന്റെ പ്രാദേശികവും ദേശീയവുമായ തലങ്ങളിൽ കോൺഗ്രസ് പ്രസ്ഥാനം ഉയർന്ന് അതിജീവിക്കേണ്ട ഒരു നാളിൽ നിങ്ങൾ തകരാൻ പാടില്ല. നിങ്ങൾ ഈ ദേശത്തിന്റെ മതേതര ഭാവത്തിന് വില കൊടുത്തവരാണ്. നിങ്ങൾ ഗാന്ധിയുടെ കരങ്ങളിൽ പിടിച്ച് ഗ്രാമാന്തരങ്ങളിൽ ദേശത്തിന്റെ ഭൂപടം ആവർത്തിച്ച് വരയ്ക്കുന്നവരാണ്. നിങ്ങൾ വെട്ടിമുറിക്കുന്നവരല്ല, നിങ്ങൾ കൂട്ടിച്ചേർക്കുന്നവരാണ്. ദേശത്തിന്റെ ഔന്നത്യ ഭാവം കൈവരുന്നതിന് രാഷ്ട്രീയ പാർട്ടികളുടെ സേവനം അനിവാര്യമാണ്. ഏത് പാർട്ടിയുടെയും സമർപ്പണം ഈ ദേശത്തിന്റെ അനുഗ്രഹമാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന ദേശീയ പ്രസ്ഥാനം അതൊരു പാർട്ടിയല്ല. ഇന്ത്യയെ
ഒരുമിച്ച് ചേർത്ത് പിടിക്കുന്ന ദേശീയ അവബോധവും സമർപ്പണവുമാണ്. അതുകൊണ്ട് കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ അനിഷേധ്യനായ ഒരു നേതാവ് എന്ന നിലയിൽ ഞങ്ങളെല്ലാവരുടെയും വികാരം അറിയിക്കുന്നു. നിങ്ങൾ ശക്തമായി മുൻപോട്ട് പോകുമ്പോൾ ഈ ദേശത്ത് ഇനിയും മനസ്സിലാക്കപ്പെടുവാൻ സാധിക്കാത്ത വിഷയങ്ങൾ കൂടി എല്ലാവരും മനസ്സിലാക്കും. ഭരണാധികാരികൾക്ക് വിവേകവും ജ്ഞാനവും നൽകണമേ എന്ന് വിശുദ്ധ കുർബാനയിൽ പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹമാണ് ഞങ്ങൾ. സമാധാനത്തിലും സ്വച്ഛതയിലും വളരുവാൻ ഭരണാധികാരികളെ സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കുർബാനക്രമമാണ് ഞങ്ങളുടേത്. അതുകൊണ്ട് കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം മറ്റ് പാർട്ടികളെ തള്ളിപ്പറയുകയല്ല. കോൺഗ്രസിന്റെ സമുജ്വലനായ നേതാവ് നമ്മുടെ ഇടയിൽ വന്നിരിക്കുമ്പോൾ ഞങ്ങൾക്ക് കോൺഗ്രസിനോട് പറയാനുള്ളതാണല്ലോ പറയേണ്ടത്. മറ്റുള്ളവരോട് പറയാനുള്ളത് അവർ വരുമ്പോൾ പറഞ്ഞോളാം. കോൺഗ്രസിനോട് പറയാനുള്ളത് നിങ്ങളുടെ ശക്തി ചോർന്നു പോകാതെ, എന്നൊരിക്കൽ കൂടി എന്റെ പൂർണ്ണ ഹൃദയത്തിൽ നിറവിൽ നിന്ന് ഞാൻ പറയട്ടെ, കോൺഗ്രസിനെ ആരെങ്കിലും തോപ്പിക്കുന്നുണ്ടെങ്കിൽ അത് കോൺഗ്രസ്സുകാർ തന്നെയാണ്. കോൺഗ്രസിനെ ജയിപ്പിക്കുന്നത് ഈ നാട്ടിലെ എല്ലാ മനസ്സുകളും ചേർന്നാണ്. ഞാനീ പറഞ്ഞത് ഉന്നത നേതാക്കന്മാരോടും അഖിലേന്ത്യാ പ്രസിഡന്റിനോടും ഒക്കെ പറഞ്ഞാൽ സന്തോഷമാണ്. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം കോൺഗ്രസിനോടുള്ള ഒരു അമിതമായ സ്നേഹവും വാത്സല്യവും എന്നതിനപ്പുറത്ത് ഈ ദേശം നമുക്ക് ഇന്ത്യ മഹാരാജ്യമായി എന്നും നമ്മുടെ കൂടെ ഉണ്ടാകണം എന്ന ആഗ്രഹത്തിലാണ്. ഇവിടെ ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും ഒരുപോലെ സന്തോഷത്തിലും സമാധാനത്തിലും ജീവിക്കുന്ന ഒരു സംസ്കാരത്തിന് ഒരു പോറൽ പോലും ഏൽക്കുവാൻ പാടില്ല. അതിന് ഈ സഭ ദേശത്തിന്റെ കൂടെയുണ്ടെന്ന് പ്രിയപ്പെട്ട സതീശൻ സാറെ ഞങ്ങൾ ഉറപ്പു തരുന്നു. ജയ് ഹിന്ദ്. ഗോഡ് ബ്ലെസ് യു ഓൾ.